വീട്ടിൽ നിന്ന നിപ്പിൽ തന്നെ നമുക്കൊന്ന് ഗ്രോസറി ഷോപ്പിങ്ങിന് പോയാലോ? ഇറങ്ങിയപ്പോൾ തന്നെ ചെറുതായിട്ട് മഴയൊന്ന് പൊടിഞ്ഞു കേട്ടോ. ഞങ്ങളെയൊന്ന് പേടിപ്പിച്ചു. എന്നാലും സാരമില്ല. അവിടെ എത്തിയപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് ചോർന്ന് സെറ്റായി. ആൻഡ് ബദ്രി ബേബി കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലെന്ന് പറയുന്ന പോലെയാണ് ബദ്രി. വന്ന അവിടെ തന്നെ സാധനം കഴിക്കലാക്കി ട്ടോ. അപ്പം അവൻ്റെ പർച്ചേസിങ് കഴിഞ്ഞു. ഇനി ഞങ്ങൾ പർച്ചേസിങ്ങിലേക്ക് കിടക്കാം. അമ്മ ഒരു മന്തിലേക്കുള്ള സാധനങ്ങളെല്ലാം കൂടെ ഒന്നിച്ചാണ് കേട്ടോ വാങ്ങുക. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ പോയാൽ എളുപ്പം തീർത്ത് എളുപ്പം പോരാൻ പറ്റും. ഇപ്രാവശ്യം ബദ്രി കൂടി ഉള്ളതുകൊണ്ട് ഷോപ്പിംഗ് കുറച്ചുകൂടി എളുപ്പമായി എന്ന് വേണം പറയാൻ. ഇടയ്ക്ക് വെച്ച് ബദ്രി തെറ്റിപ്പോയി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പുഴുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റി ഒന്ന് എൻക്വയറി നടത്താൻ പോയതാണ് മേമിയും മോനും കൂടെ. ഞാനെൻ്റെ വാച്ചൊക്കെ ഒന്ന് റിപ്പയർ അല്ല, എൻ്റെ ഒരു കണ്ണി എടുക്കാനുണ്ടായിരുന്നു, അതും എടുത്തു വന്നു. അപ്പോഴത്തേക്ക് ഇവരുടെ ബാക്കി ഷോപ്പിങ്സ് എല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് കുറച്ച് മെഡിസിൻ എന്തോ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതും തീർത്തു ഞങ്ങൾ. അതിനുശേഷം ബദ്രിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് നല്ല വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം വൈകിട്ടായതുകൊണ്ട് ഞങ്ങൾ ഒരു ചായ അങ്ങോട്ട് ഓർഡർ ചെയ്തു. നമ്മുടെ സ്ഥിരം സ്ഥലമായ സോഷ്യൽ ടേബിളിൽ ഈറ്റയിലാണ് പോയത്. സോ അവിടുന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഓർഡർ ചെയ്തു. പിന്നെ എൻ്റെയും ബദ്രീൻ്റെയും സ്പെഷ്യൽ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ കുലുക്കി തക്കത്തി. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സന്തോഷത്തോടെ കളിക്കുന്ന ഡാൻസാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല.